മകളുടെ കയ്യിൽ വലിച്ചു പിടിച്ച് റൂമിലേക്ക് നടന്നു. നീ ഇതെവിടെ പോവാ? അവിടെ നിന്നാ മതി. പിന്നാലെ റൂമിലേക്ക് കയറാൻ നിന്ന അമലയെ മുകുന്ദൻ തടഞ്ഞു. ഡോർ വലിയ ശബ്ദത്തിൽ അടഞ്ഞു. ദൈവമേ, ഹൃദയം പൊടിയുന്ന വേദനയോടെ നെഞ്ചത്ത് കൈവച്ചു പോയി ആ അമ്മ. ധൃതിയിൽ സ്റ്റെപ്പുകൾ ഓടിക്കയറി. നീ ഇത് എന്തു ഭാവിച്ച അഞ്ജു? ദേഷ്യത്തോടെ മുകുന്ദൻ നിന്ന് വിറച്ചു. അത് ഡാഡി, ഞാൻ ജസ്റ്റ് ഒന്ന്. അവൾ തല ഉയർത്താതെ പറഞ്ഞു. എനിക്ക് മനസ്സിലാകും. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തോന്നുന്ന വികാരങ്ങൾ തന്നെയായത്. പക്ഷേ അവൻ ഇവിടെ നിന്നും പോയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? അഞ്ജലി ആശ്വാസത്തോടെ തല ഉയർത്തി മുകുന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. കല്യാണം മുടങ്ങും, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, ഇപ്പോൾ ഞാൻ നോക്കി നടത്തുന്ന ഓഫീസ് എല്ലാം കൈവിട്ടു പോകും. അയാൾ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതെന്താ ഇവിടെ? കവിൾത്തടത്തിലെ ചുവന്ന തിണിർത്ത് കിടക്കുന്ന പാടിലൂടെ വിരൽ പായിച്ചു. ഡാഡി, വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ മുഖം ചുളിഞ്ഞു. ആരാ നിന്നെ അടിച്ചത്? കടുപ്പത്തിൽ ചോദിച്ചു. ആദർശ്, വിങ്ങലോടെ പറയുന്ന മകളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതിനൊക്കെ ഒരൊളിയും മറയും വേണ്ടേ മോളെ? അതല്ലേ ആ പന്ന മോൻ കണ്ടത്? അയാൾ ബെഡിലായിരുന്നു. അവനെ എനിക്ക് വേണം ഡാഡി. എന്നെ വിഴിപ്പ് ഭാണ്ഡം എന്ന് വിളിച്ചവനെ എൻ്റെ കാൽ കീഴിൽ എത്തിക്കണം. അവൾ അയാളുടെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. അവനെ വിട്ടുകളയാൻ പറ്റില്ല. അളിയനെ ഒന്ന് വിളിക്കാം, കാല് പിടിക്കും പോലെ സംസാരിക്കാം. അയാൾ മണ്ടന, വീഴ്ത്തിക്കും ഞാൻ. നാളെ ആദർശി ഇവിടെ നിന്നും പോവില്ല. ഗൂഢമായ ചിരിയോടെ മുകുന്ദൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. മോള് കിടന്നു. നിന്റെ ആഗ്രഹം അതെൻ്റെയും കൂടിയാ. അയാൾ ചിരിച്ചു. ഒപ്പം അഞ്ജലിയും. മോനെ. വാഷ്റൂമിൽ നിന്നും തലയും തുവർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമലയുടെ കരച്ചിലോടെയുള്ള വിളി. എന്താ ആൻറ്റി? അരികിലേക്ക് ഓടി വരുന്നവരെ നോക്കി വേദനയോടെ ചോദിച്ചു. അത് സത്യാണോ? അവരിൽ സംശയം. ആദർശ് അമലയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ആൻറ്റി എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും എൻ്റെ അമ്മയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പറയുക, അത് സത്യം. വിങ്ങലോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. കരയല്ലേ ആൻറ്റി? അച്ഛൻ്റെ ദുഷ്പ്രവൃത്തികൾ കണ്ടു വളരുന്ന മകളല്ലേ? പിന്നെ ഈ പ്രവൃത്തിക്കും അങ്കിൾ സപ്പോർട്ട് ചെയ്യും. അവളെ നേരെയാക്കാൻ അയാൾ ശ്രമിക്കില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കണ്ണുകൾ അമർത്തി തുടച്ച് ചിരിച്ചു. ശരിയാ, അയാൾക്കും ഉണ്ട് ഈ ശീലങ്ങൾ. മകളെ തിരുത്താൻ ആ മനുഷ്യന് യോഗ്യതയില്ല. എല്ലാം അനുഭവിക്കാനാ എൻ്റെ വിധി. അവർ ചുണ്ട് കടിച്ചു പിടിച്ചു പറയുമ്പോൾ ആദർശ് മൗനമായി നിന്നു. മോൻ കിടന്നു. അമല തിരിഞ്ഞു നടന്നു. ആൻറ്റി, നാളെ ഞാൻ പോകും. എനിക്കിവിടെ പറ്റില്ല. മോനെ, അവിടെ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി തരാൻ പോലും ആരുമില്ല. എനിക്ക് വീട്ടിലെ ഫുഡ് കുഞ്ഞുനാൾ മുതലേ കിട്ടിയിട്ടില്ല. അമ്മ പോയതോടെ എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അവൻ്റെ ചിരിച്ച മുഖം. അവർ വാത്സല്യത്തോടെ ആ നീളൻ തലമുടിയിൽ വിരൽ കടത്തി തഴുകി. നിന്നെ എനിക്ക് മകനായി കിട്ടിയില്ല. ആ ഒരു വിഷമമുണ്ട്. നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അമല പുറത്തേക്ക് നടന്നു. നക്ഷത്ര ബെഡിൽ മലർന്നു കിടന്ന് ആ പേര് പറയുമ്പോൾ ഹൃദയമൊന്ന് തുടിച്ചു. ഒന്ന് സംസാരിക്കാമായിരുന്നു പെണ്ണെ. ആ സ്വരം കേൾക്കാൻ കൊതിച്ചു പോയി. പക്ഷേ അവൻ നെഞ്ചിൽ അമർത്തി തഴുകി. നിന്നെ വാരിയെടുക്കാൻ തോന്നുവാ പൂച്ചക്കുട്ടി. ഈ നെഞ്ചിൽ അമർത്തി പിടിക്കാൻ ആ പഞ്ഞിക്കെട്ട് പോലുള്ള അരക്കെട്ടിലെ ചൂട്. നീ എന്നെ നശിപ്പിക്കുവോടി? അവൻ്റെ വിരലുകൾ ചുണ്ടിനെ തഴുകി. തരിഞ്ഞാൻ ഉടനെ തന്നെ. ആദർശ് പില്ലോയിൽ മുഖം അമർത്തി വെച്ചു. ഒരു 40 കിലോ വരുമോ? സാധ്യത കുറവാ. ഈ പരിപ്പ് വട കഴിച്ച് എൻ്റെ കൊച്ചങ്ങ് ശോഷിച്ചു. സാരമില്ല, ശരിയാക്കാം. ചിരിയോടെ പറയുമ്പോൾ ആ കണ്ണിൽ അവളുടെ കുഞ്ഞുമുഖം നിറഞ്ഞു നിന്നു. കരകവിഞ്ഞൊഴുകുന്ന കടൽ പോലെ. ശോ ഈശ്വര, ഇന്നും തല നനയ്ക്കാൻ പറ്റില്ല. ഈ രാത്രി നനച്ചാൽ ഉണങ്ങില്ല. വെള്ളം താന്നാൽ പനിയും ജലദോഷവും പിടിക്കും. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. വേദനയോടെ അവൾ വാഷ്റൂം ഭാഗത്തേക്ക് നോക്കിയിരുന്നു. ഒരുവൾ ഇറങ്ങി. നക്ഷത്ര ബെഡിൽ നിന്നും എഴുന്നേറ്റു. എവിടെ പോവാ? അടുത്ത ഞാനാ. നീയല്ലേ അവസാനം വന്നത്? അപ്പോൾ അവസാനം കുളിച്ചാൽ മതി. കടുപ്പത്തിൽ പറയുന്നവളെ നോക്കി വേദനയോടെ തലകുലുക്കി. കൃഷ്ണ, 7:30 മണിയായി. വാഷ്റൂമിലേക്ക് കയറാൻ നേരം അവൾ പിറുപിറുത്തു. ദേഹത്തേക്ക് വന്നു വീഴുന്ന തണുത്ത വെള്ളം. കണ്ണുകൾ അടച്ചു നിന്നു. അയ്യോ, 8 മണിക്ക് മെസ്സിലെത്തിയില്ലേൽ പട്ടിണി കിടക്കണം. ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ല.
വയറ്റിൽ പതിയെ തഴുകുമ്പോൾ കണ്ണുകൾ ചുരുങ്ങി. ഇതെന്താ? വെളുത്ത അരക്കെട്ടിൽ ചുവന്ന് കിടക്കുന്ന വിരൽപ്പാട്. പതിയെ തഴുകുമ്പോൾ സംശയത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു. ആ ചേട്ടൻ മുറുകെ പിടിച്ചപ്പോൾ സംഭവിച്ചതാവും. കൈകൾ പെട്ടെന്ന് പിൻവലിച്ചു. ആദ്യായ ദേഹത്ത് കൃഷ്ണ. കണ്ണുകൾ ആ വിരൽപ്പാടിലുടക്കുമ്പോൾ ശരീരമൊന്ന് പിടച്ചു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ആദർശ് കണ്ണുകൾ വലിച്ചു തുറന്നു. റിങ് നിന്നു. നക്ഷത്ര. ആദർശിന് നിന്നെ കാണാതെ പറ്റില്ലാട്ടോ. ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. ഫോൺ വീണ്ടും റിങ് ചെയ്തു തുടങ്ങി. ഷേ, ഒന്ന് സ്വപ്നം കാണാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കഷ്ടം തന്നെ. ബെഡിൽ കിടന്നുകൊണ്ട് ടേബിളിൽ നിന്ന് ഫോൺ കൈയെത്തിച്ചെടുത്തു. പപ്പ, എന്താ ഈ രാവിലെ? എനിതിങ് റോങ്? അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. മുകുന്ദൻ പണി വെച്ച് കാണും. മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ആദി. ഗൗരവത്തോടെയുള്ള സ്വരം. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. പപ്പ. ശാന്തമായി ആദർശ് വിളിച്ചു. ആദി, നീ തനിച്ച് ആ വീട്ടിൽ. എന്തോ എനിക്കത് ശരിയായി തോന്നുന്നില്ല. ആദർശ് മൗനമായി നിന്നു. ആദി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആനന്ദ് മേനോന്റെ കടുത്ത സ്വരം. ഹാ, കേൾക്കുന്നുണ്ട്. പപ്പ പറയൂ. നീ ഇന്നലെ പറഞ്ഞതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഞ്ചു നിന്റെ റൂമിൽ ഇടിച്ചു കയറി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതിനൊക്കെ എന്താ പ്രശ്നം? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അവൾ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു പ്രശ്നമാണോ ആദി? ഉറപ്പോടെ പപ്പ ചോദിക്കുമ്പോൾ അവൻ പല്ല് കടിച്ചു പിടിച്ചു. പപ്പ, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ആദർശിന്റെ സ്വരം ഉയർന്നു. എന്താ കാരണം? അയാളും വിട്ടുകൊടുക്കാതെ ചോദിച്ചു. ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം ജീവിക്കേണ്ടവൾ, എൻ്റെ പാതി, എൻ്റെ പെണ്ണ്. ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. അഞ്ജലിക്ക് അതില്ല. എനിക്ക് പറ്റില്ല. മകൻ്റെ ഉറച്ച സ്വരം. അത് പോകെ പോകെ മാറും ആദി. മുകുന്ദൻ എന്നെ വിളിച്ചിരുന്നു. നീ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കരയുവാണെന്ന്. അവളുടെ പക്ഷത്ത് തെറ്റുണ്ട്. മുകുന്ദൻ സമ്മതിക്കുന്നു. നീ അങ്ങ് ക്ഷമിക്ക്. അയാൾ ശാന്തമായി. ആദർശിന്റെ ശരീരം വിറച്ചു. അവൻ ഫോൺ ചെവിക്ക് അരികിൽ നിന്ന് മാറ്റി. പപ്പ, ഞാനൊന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് മറുപടി പറ. അയാൾ അമർത്തി മൂളി. നിമിഷങ്ങൾക്ക് ശേഷം, മോനെ ഇതെന്താ? പെട്ടെന്ന് വെപ്രാളത്തിൽ ചോദിച്ചു. ഇതാണോ പപ്പ പറഞ്ഞ ചെറിയ തെറ്റ്? എനിക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഞാൻ ജനിച്ചത് കേരളത്തിലാ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഞാൻ മാത്രം ചുംബിച്ചാൽ മതി, സ്പർശിച്ചാൽ മതി. ഇത് അറപ്പ് തോന്നുക. ദേഷ്യത്തോടെ അവൻ്റെ സ്വരം ഉയർന്നു. മോനെ, ഞാൻ മുകുന്ദൻ ഇതേപ്പറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ല. ചെറിയ തെറ്റ്, അത്രമാത്രം. അയാളൊന്ന് നിർത്തി. ഞാൻ പറഞ്ഞു എന്ന് കരുതി കാണും. എന്തോ പറയണ്ടെന്ന് വെച്ചതാ. പക്ഷേ ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ മാത്രം. അതുകൊണ്ട് പ്രതികരിച്ചേ മതിയാവൂ. അവൾ ശരിയല്ല പപ്പ. അവൻ്റെ കടുത്ത സ്വരം. ശരി, നിന്റെ ഇഷ്ടം. മാസത്തിൽ 2 പ്രാവശ്യം അടിച്ചു വാരാനും തുടയ്ക്കാനും പുറം പണിക്കും ആള് വരുന്നത് കൊണ്ട് വൃത്തി ഉണ്ടാവും. പക്ഷേ കഴിക്കാൻ എന്തു ചെയ്യും? എൻ്റെ പപ്പ, ഞാൻ കൊച്ചുകുട്ടിയല്ല. എനിക്ക് 24 വയസ്സ് കഴിഞ്ഞു. മറുവശത്ത് ചിരിശബ്ദം ഉയർന്നു. എന്താ പപ്പ? സംശയത്തോടെ ചോദിച്ചു. അല്ല, കല്യാണപ്രായമായി എന്ന് പറയാതെ പറയുന്നു അല്ലേ? നോ, നെവർ. കല്യാണം വേണം. പക്ഷെ അതിനു മുൻപ് എനിക്കവളെ പ്രണയിക്കണം. പ്രാണൻ പോലെ. ഈ ഇടനെഞ്ചിൽ നിറയ്ക്കണം, ജീവശ്വാസം പോലെ. അവൻ്റെ പ്രണയാതുരമായ സ്വരം. ആദർശ് കണ്ണുകൾ മുറുകെ അടച്ചു. കൈത്തണ്ടയിൽ ഹൃദയത്തോട് ചേർന്ന് കിടന്നപ്പോൾ അറിഞ്ഞ പെണ്ണിൻ്റെ ശരീരത്തിലെ ചൂട് വിട്ടുമാറാത്ത പോലെ. ശരി, നീ പ്രണയിക്ക്. ആളിനെ കണ്ടെത്തിയിട്ട് പറയൂ. അയാൾ ഫോൺ കട്ട് ചെയ്തു. നക്ഷത്ര. ഹൃദയം അവളെ ഒന്ന് കാണാനായി മാത്രം ഇടിച്ചു. ഹോസ്റ്റലിൽ നിന്നിറങ്ങി മുന്നിലേക്ക് നടന്നു. ഹേയ് കൊച്ചേ. അവൾ തിരിഞ്ഞു നോക്കി. സംശയത്തോടെ മുഖം ചുളിഞ്ഞു. എന്നെ മനസ്സിലായില്ലേ? അവർ ചോദിച്ചു. ഇല്ല, ആരാ? ഞാൻ സരിത. നിങ്ങളുടെ റൂമിന് അടുത്ത് എൻ്റെ റൂമാ. അവൾ ചിരിച്ചു. രണ്ടുപേരും മുന്നിലേക്ക് നടന്നു. കൊച്ചിതെന്താ പരതി പിടിച്ചു നോക്കുന്നത്? ആരേലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? സരിത ചുളിഞ്ഞ മുഖത്തോടെ ചോദിച്ചു. അത് നാട്ടിലെന്നും രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകും. അച്ഛൻ ശാന്തിയാ. ഇവിടെ വന്ന് 2 ദിവസമായി. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടെ ക്ഷേത്രമൊന്നുമില്ലേ? നിരാശയോടെയുള്ള അവളുടെ സ്വരം. സരിത ചിരിച്ചു. ഇതാണോ പ്രശ്നം? വാ.
അവളുടെ കൈയും പിടിച്ച് കുറച്ചു ദൂരം നടന്നു. ദേ, ഈ ഇടറോഡിൽ കയറി മുന്നിലേക്ക് നടന്നാൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. സരിത പറയുമ്പോൾ അവളുടെ മുഖം വിടർന്നു. താങ്ക്സ് ചേച്ചി. ഓ, ഞാൻ വാങ്ങി വെച്ചു. പിന്നെ കൂടെ താമസിക്കുന്ന 3 അത്ര ശരിയല്ല. കൂടുതലായി മിണ്ടാനെന്ന് പോകണ്ട കേട്ടോ. സരിത പറയുമ്പോൾ തല കുലുക്കി ചിരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു. ശ്രീകോവിലിന് അകത്തിരിക്കുന്ന വിഗ്രഹത്തിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു. കാത്തോളണം, ഇന്നലെ ആ ചേട്ടൻ രക്ഷിച്ചു. എന്നും ആ ചേട്ടന് എൻ്റെ പിന്നാലെ നടന്ന് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ പിന്നാലെ വേണം, വരൂലേ? ചുണ്ട് കൂർപ്പിച്ച് പറയുമ്പോൾ പുറത്തെ മണി മുഴങ്ങി. അവൾ ചിരിയോടെ തിരിഞ്ഞു നോക്കി. വരുമല്ലേ, എനിക്ക് അറിയാം. തിരുമേനിയുടെ കയ്യിൽ നിന്നും പ്രസാദവും തീർത്ഥവും വാങ്ങി കയ്യിലിരുന്ന 1 രൂപ കാണിക്ക് വഞ്ചിയിലേക്ക് ഇട്ടു. ഇതേ ഉള്ളൂ, വരുമല്ലോ. നിന്നെ വിശ്വസിക്കുവാൻ ഞാൻ. കുറഞ്ഞു പോയി നോച്ച് വരാതിരിക്കരുത്. ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നെറ്റിത്തടത്തിൽ പ്രസാദം തൊട്ടു. ഡാഡി, ആദർശ്. ഒരു ക്യാരി ബാഗും മുറുകെ പിടിച്ച് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുന്ന ആദർശിന് നേരെ അവൾ കണ്ണു കാട്ടി. അയാൾ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ആൻറ്റി, മുകുന്ദനെയും അഞ്ജുവിനെയും ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കിച്ചൺ ഭാഗത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അമല പുറത്തേക്ക് വന്നു. ഞാൻ ഇറങ്ങുവാണ് ആൻറ്റി. മോനെ, കഴിച്ചിട്ട് പോകാം. മോനിഷ്ടമുള്ള നൂലപ്പവും വെജ് സ്റ്റൂ ഉണ്ട്. സ്നേഹത്തോടെ പറയുന്നവരെ കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട ആൻറ്റി, ദഹിക്കില്ല. കടുപ്പത്തിൽ പറഞ്ഞ് മുകുന്ദൻ്റെ മുഖത്തേക്ക് നോക്കി അരികിലേക്ക് നടന്നു. ഇത് കയ്യിൽ വെച്ചേക്ക്. 2 വർഷം എനിക്ക് ആഹാരം തന്നതിൻ്റെ കണക്ക് പറയരുതല്ലോ. കൂടുതലുണ്ടെങ്കിൽ തരണ്ട, കുറവാണേ പറയണം. 500-ൻ്റെ ഒരു കെട്ട് നോട്ട് ടേബിളിലേക്ക് വെച്ചു. മോനെ, ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. അവൻ്റെ ഉറക്കെയുള്ള സ്വരം മുകുന്ദൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എൻ്റെ നേർക്ക് കൈ ഉയർത്തിയ മുകുന്ദനെ ഞാൻ മറന്നിട്ടില്ല. ആ സമയത്തെ ഭാവം, വാവ്, സൂപ്പറായിരുന്നു. ഇത് മുഖംമൂടിയാണല്ലേ? കടുപ്പത്തിൽ ചോദിച്ച് അഞ്ജലിക്ക് അരികിലേക്ക് നടന്നു. ഇനി എൻ്റെ പിന്നാലെ വന്നാൽ ആദർശ് ആരാണെന്ന് നീ അറിയും. പിന്നെ ആ കുട്ടിയോടുള്ള നിന്റെ പക എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾക്ക് നേരെ അവൻ്റെ ചൂണ്ടുവിരൽ ചലിച്ചു. തിരിഞ്ഞ് കാറ്റ് പോലെ പുറത്തേക്ക് നടന്നു. ഡാഡി, അവൾ ഉറക്കെ വിളിച്ചു. അയാൾ രൂക്ഷമായി മകളെ നോക്കി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി കാലും കൈയിട്ട് അടിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? നോക്കാം. എങ്ങനെയും അവനെ നിന്റെ അടുത്ത് തന്നെ എത്തിക്കും ഞാൻ. കുടിലതയോടെ അയാൾ ചിരിച്ചു. നിന്റെ ആള് ഇതേവരെ വന്നില്ലേടാ? ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നവനെ നോക്കി നിതിൻ ചോദിച്ചു. ഇല്ല. ഇനി പേടിച്ചിട്ട് വരില്ലേ? ഒരു സ്കൂട്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഓ, പാട്ടുകാരിയും തട്ടവും വന്നു. കടുപ്പിച്ച് പറഞ്ഞ് മെറിലിനെ നോക്കി പല്ല് കടിച്ചു പിടിച്ചു. പോടാ മൂങ്ങേ. ചുണ്ട് കൂർപ്പിച്ച് പറയുന്നവളെ ദേഷ്യത്തോടെ നോക്കി. മൂങ്ങ നിന്റെ പൊടി. സൈറയും മെറിലിനും ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. ഡാ, ദേ വരുന്നു. പ്രവീണും വരുണും ഉറക്കെ പറയുമ്പോൾ നിതിൻ തിരിഞ്ഞു നോക്കി. ക്ഷേത്രത്തിലേക്ക് പോയി ദൈവത്തിനെയും കൂട്ടു വിളിച്ചു വരുവാണ്. നിതിൻ പറയുമ്പോൾ ആദർശ് ചിരിച്ചു. വെള്ളയിൽ പച്ച ഗോൾഡൻ ബോർഡറുള്ള ധാവണിയാണ് വേഷം, പച്ച ഷോളും. ദൈവമേ, ഈ കൊച്ചിനെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. ആദർശ് നെഞ്ചത്ത് കൈവച്ചു. മുന്നിലേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ ആർക്കു വേണ്ടിയോ ഒന്ന് പരതി. എടാ ആദർശേ, എൻ്റെ സംശയം ശരിയാണെങ്കിൽ പൂച്ചക്കുട്ടി നിന്നെയാ നോക്കുന്നത്. ആണോ? അവനിൽ ആകാംക്ഷ. ആണ്. വരുണും പ്രവീണും ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ന് ആ ചേട്ടൻ വന്നില്ലേ? രക്ഷിച്ചതല്ലേ? ഒരു താങ്ക്സ് പറയേണ്ടതാ, പക്ഷെ പറഞ്ഞില്ല. തല ചരിച്ച് പാർക്കിങ്ങിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ വിടർന്നു. എടാ ആദർശേ, നിന്നെ നോക്കുവാണ്. ബുള്ളറ്റിൽ ചാരി തല താഴ്ത്തി ഫോണിൽ നോക്കി നിൽക്കുന്നവനോട് ചേർന്ന് നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പ്രവീൺ പറഞ്ഞു. ആദർശ് ഒന്ന് മൂളി. ദേടാ, ഇങ്ങോട്ട് വരുവാ. എന്തിനാണാവോ? ലവ് യു പറയാനായിരിക്കോ? വരുൺ ചോദിക്കുമ്പോൾ നിതിൻ അവൻ്റെ തലയിൽ തട്ടി. ആളിങ്ങി എത്തി, നമുക്ക് പോകാം. നിതിൻ പറയുമ്പോൾ പ്രവീണും വരുണും തലകുലുക്കി. ശരിയടാ, ബൈ. അവർ 3 പേരും മുന്നിലേക്ക് നടന്നു. അവളൊന്ന് ചുമച്ചു. ആദർശിന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഈശ്വര, എന്താ ഇപ്പൊ വിളിക്കുക? പേരറിയില്ലല്ലോ. അവൾ പരുങ്ങലോടെ നിന്നു. കൊലുസിന്റെ ശബ്ദം. ആദർശിന്റെ ചുണ്ടിൽ ചിരി പൊട്ടി. പതിയെ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ? കടുപ്പത്തിൽ ചോദിച്ചു. താങ്ക്സ്. കുപ്പിവള വീണുടയും പോലുള്ള സ്വരം.
ആഗ്രഹിച്ചത് കേട്ടതുപോലെ അവൻ്റെ ശരീരം ഒന്നുയർന്നു. കണ്ണിൽ പ്രണയം നിറഞ്ഞു. അവൻ പതിയെ നിവർന്നു നിന്നു. എന്തിനാ താങ്ക്സ്? കടുപ്പത്തിൽ ചോദിച്ചു. അത് ഇന്നലെ. അവളുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഒന്നുയർന്നു. ഇന്നലെ? ആ വിടർന്ന ചൂണ്ടിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അത് ഇന്നലെ താങ്ക്സ് പറയാൻ പറ്റിയില്ല, സോറി. പതിഞ്ഞ അവളുടെ സ്വരം. അതെന്താ, ഒരു താങ്ക്സ് പറയാൻ നാച്ചുവിന് 24 hours വേണോ? മിഴിഞ്ഞ കണ്ണോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? ഇരുപുരിക കൊടികളും വെല്ലുപോലെ ഉയർത്തി അന്തം വിട്ട് നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. നക്ഷത്ര, അതാ പേര്. പതിയെ പറയുമ്പോൾ അവനൊന്ന് കുനിഞ്ഞു. ചെവി അവളുടെ ചുണ്ടിനടുത്തേക്ക് അടുപ്പിച്ചു. അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങി. വീഴിനാച്ചു. കണ്ണുകൾ പരൽ മീനിനെ പോലെ ഒന്ന് പിടച്ചു. തല താഴ്ത്തി നിന്നു. നക്ഷത്ര, സ്വീറ്റ് നെയിം. പക്ഷേ ഞാൻ ആച്ചു എന്ന് വിളിക്കാം, ഞാൻ മാത്രം. എന്താ? അവൾ തല ഉയർത്തി. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഏയ്, എന്താ, ഇഷ്ടമല്ലേ? വെപ്രാളത്തിൽ ചോദിച്ചു. അപ്പാക്ക് നാച്ചു ആണ്, വിങ്ങലോടെ പറഞ്ഞു. ഓ അങ്ങനെ. ഇനി മുതൽ എനിക്കും. അവൻ്റെ കുറുമ്പ് നിറഞ്ഞ ചിരി. ഞാൻ പോട്ടെ, താങ്ക്സ്. തിരിഞ്ഞു നടന്നവളുടെ കയ്യിൽ പിടിച്ചു. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ചുറ്റിനും പേടിയോടെ നോക്കി. കൈവിട്, വിക്കലോടെ പറഞ്ഞു. വിടാം. ഇന്നലെ എൻ്റെ 1.5 ലക്ഷം രൂപ വില വരുന്ന ഐഫോൺ പൊട്ടി. നാച്ചു അറിഞ്ഞായിരുന്നോ? അവളുടെ കണ്ണുകൾ രണ്ടും ബൾബ് പോലെ പുറത്തേക്ക് തള്ളി. അറിഞ്ഞു. പതിയെ തല താഴ്ന്നു. ആ കാശ് എപ്പോൾ തരും? അവൾ മൗനമായി. എന്തേ തരില്ലേ? ഗൗരവത്തിൽ ചോദിച്ചു. അത് അത്രയും കാശ് എൻ്റെ കയ്യിലില്ല. പതിഞ്ഞ സ്വരം. ഓ, പതിയെ പതിയെ കുറേശ്ശിയായി തന്നാ മതി. അവൾ തല ഉയർത്തി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ജന്മം പറ്റില്ല. പെണ്ണൊന്ന് വിതുമ്പി. ഏയ്, കരയാതെ. എനിക്ക് കാശ് വേണ്ട. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. പറ്റൂ? കുറുമ്പ് നിറഞ്ഞ ആദർശിൻ്റെ മുഖം. അവളുടെ മുഖം ചുളിഞ്ഞു.